കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതിന്റെ ഞെട്ടൽ മാറും മുമ്പേ സമാന രീതിയിലുള്ള മറ്റൊരു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വരുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് കേരള പോലീസാണ്. പീച്ചി പോലീസ് സ്റ്റേഷനിൽ 2023 നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പരാതിക്കാരൻ പുറത്തുവിട്ടിരിക്കുന്നത്. വിവരാവകാശത്തിലൂടെ നേടിയതാണ് ഈ ദൃശ്യങ്ങൾ. സ്ത്രീ സുരക്ഷയും മാവോവാദി ഭീഷണിയും അടക്കം പറഞ്ഞായിരുന്നു പോലീസ് വിവരാവകാശം തള്ളിയത്. എന്നാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ നിർണായകമായി. കസ്റ്റഡി മർദ്ദനത്തിനൊപ്പം കൈക്കൂലി ആരോപണവും ഈ കേസിൽ ഉയരുന്നുണ്ട്. പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫണ്ട് ഹോട്ടൽ ഉടമ KP ഔസേപ്പാണ് 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ലഭിച്ച മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2023 മെയ് 24-നാണ് KP ഔസേപ്പ്, മകൻ പോൾ ജോസഫ്, ഹോട്ടൽ ജീവനക്കാർ എന്നിവരെ പീച്ചി പോലീസ് സ്റ്റേഷനിൽ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഹോട്ടലിലെ ഭക്ഷണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. പീച്ചി SI ആയിരുന്ന PM രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. സംഭവ സമയത്ത് തന്നെ തൃശൂർ SP അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി നിലനിൽക്കെ രതീഷിനെ CI ആയി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു പോലീസ്. ഇതാണ് ഔസേപ്പ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. രതീഷിനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആവശ്യം. കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ CI ആണ് രതീഷ് ഇപ്പോൾ. മർദ്ദന ദൃശ്യത്തിനു വേണ്ടി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ പോലീസ് നിരന്തരം തള്ളി. മാവോവാദി ഭീഷണിയും സ്ത്രീ സുരക്ഷയുമെല്ലാം ദൃശ്യം കൈമാറാതിരിക്കാനുള്ള കാരണങ്ങളായി പോലീസ് നിരത്തി. ഒടുവിൽ കമ്മീഷൻ ഇടപെട്ടതിനു ശേഷമാണ് ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായത്. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ എന്നിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുകയാണ് അധികൃതർ. മർദ്ദിച്ച SIയെ കൂടി പ്രതി ചേർക്കാൻ ഔസേപ്പ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനിടെ പോലീസ് വൈരാഗ്യത്തിനും ഔസേപ്പ് കാരണം പറയുന്നുണ്ട്. ഔസേപ്പിന്റെ കടയിൽ നിന്നും ഗ്രേഡ് SIയുടെ അടുത്ത ബന്ധു സാധനങ്ങൾ മോഷ്ടിച്ചു. 9,500 രൂപയുടെ സാധനമാണ് പിടിച്ചത്. കൈയോടെ പിടിച്ചപ്പോൾ പോലീസ് എത്തി. ഗ്രേഡ് SIയുടെ ബന്ധു ബംഗളൂരുവിൽ പഠിക്കുകയായിരുന്നു. അന്ന് പോലീസ് പറഞ്ഞത് പ്രകാരം നടപടികൾ എടുത്തില്ല. പക്ഷേ ഇത് വൈരാഗ്യമായി മാറി. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വാധീനിക്കാനും ശ്രമിച്ചതായി ഔസേപ്പ് പറഞ്ഞു. ഏതായാലും ഇപ്പോൾ പുറത്തു വന്ന വീഡിയോ പോലീസിനെ വെട്ടിലാക്കുകയാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് സജിത്തിനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇതിനു പിന്നാലെ സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ ശനിയാഴ്ച സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പട്ടിക്കാട് ലാലീസ് ഗ്രൂപ്പ് നടത്തുന്ന ഫുഡ് ആൻഡ് ഫണ്ട് ഹോട്ടലിൽ 2023 മെയ് 23-ന് ഭക്ഷണം കഴിക്കാൻ എത്തിയവരുമായുണ്ടായ തർക്കമാണ് സംഭവത്തിന് പിന്നിൽ. ഹോട്ടൽ ജീവനക്കാർ തന്നെ മർദ്ദിച്ചതായി പാലക്കാട് വണ്ടാഴി സ്വദേശി പരാതിപ്പെട്ടിരുന്നു. സ്റ്റേഷനിലെത്തിയ ഹോട്ടൽ മാനേജർ റോണി ജോണിനെയും ഡ്രൈവർ ലിതിൻ ഫിലിപ്പിനെയും അന്നത്തെ SHO PM രതീഷിന്റെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഔസേപ്പിന്റെ മകൻ പോൾ ജോസഫിനെ ഉൾപ്പെടെ SHO ലോക്കപ്പിൽ അടയ്ക്കുകയും പരാതി ഒത്തുതീർപ്പാക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഒത്തുതീർപ്പിനായി പരാതിക്കാരൻ 5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അതിൽ 3 ലക്ഷം പോലീസിനാണെന്ന് പറയുകയും ചെയ്തു. 5 ലക്ഷം രൂപ CCTV ക്യാമറയ്ക്ക് മുന്നിൽ വെച്ചാണ് ഔസേപ്പ് കൈമാറിയത്. തന്നെ ആരും മർദ്ദിച്ചില്ലെന്ന് പരാതിക്കാരൻ മൊഴി നൽകി. ജില്ലാ അതിർത്തി കടന്നുപോയതിന് പിന്നാലെ പോലീസ് ജീവനക്കാരെ മോചിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുഖേന പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് ഔസേപ്പ് അപേക്ഷിച്ചു. 1 വർഷത്തോളം നടത്തിയ നിയമ പോരാട്ടത്തിലാണ് ദൃശ്യങ്ങൾ ലഭ്യമായത്.